മീൻ പിടിക്കാൻ പോയവരെന്തേ ഇത്ര പെട്ടെന്ന് തിരികെ വന്നത്? അത് ഞങ്ങള് ചുമ്മാ വന്നതാ. ഐ എന്താ രഘുവേട്ടാ, ചോറിന് കൂട്ടാനിന്ന് പുഴമീൻ കറി ആയിരിക്കും എന്നല്ലേ എന്നോട് പറഞ്ഞിട്ട് പോയത്? അതെ, അത് അപ്പൊ പറഞ്ഞതായിരുന്നല്ലോ. അല്ല എന്തൊരു പരുങ്ങല്. ഏയ് അതൊന്നുമില്ല, ഞാൻ ഇത്തിരി തിരക്കിലാണ് കേട്ടാ. വരട്ടെ. ഹൗ രക്ഷപ്പെട്ടു. എന്തോ കള്ളത്തരുണ്ടല്ലോ രഘുവേട്ടാ, അവിടെ നിന്നേ. വീണു, പിടി വീണു. എന്താ കല്ലുവേ? നീ പറയ്, എന്താ പറ്റിയത്? ഞാൻ പറയാം. മോളെ, പറയാതിരുന്ന കടയിൽ ഐസ്ക്രീം എടുത്തോണ്ട് തരാന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? ആ എന്താണ്? ഞാൻ മറന്നുപോയി. ഇപ്പഴല്ലേ നീ പറയാന്ന് പറഞ്ഞേ, എന്നിട്ട് മറന്നോ? പെട്ടെന്ന് മറന്നുപോയി. ശരിക്കും നീ ഒരു കൊച്ചു കള്ളിയാണ്. ഞാൻ മഞ്ജുവിന്റെ അടുത്ത് ചോദിക്കട്ടെ. മഞ്ജു, ഐസ്ക്രീം. മഞ്ജുട്ടാ, എനിക്കൊന്നും അറിയില്ല അമ്മേ. എന്നാലും അമ്മയുടെ പൊന്നുമോൾ ഇങ്ങോട്ട് വായോ. അച്ഛാ, ചേച്ചി കൊളാക്കോ. എന്താ അമ്മേ അവിടെ എന്താ നടന്നേ? മോള് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടാവൂട്ടാ. അശോ, അമ്മ വിഷമിക്കണ്ടാട്ടാ, ഞാൻ പറയാം. മീൻ പിടിക്കാൻ പറ്റിയില്ല അല്ലേ? അല്ല, മീൻ പിടിച്ചു. എന്നിട്ട് അതെവിടെ? അത് വരുന്ന വഴിക്ക് ആ വേലായുധനെ കണ്ടു, അയാൾക്ക് കൊടുത്തു. ആർക്ക്? ആ കള്ളുടിയും വേലായുധനാ? അയാളത് കൊണ്ടുപോയി വിറ്റിട്ട് കള്ളു കുടിക്കില്ലേ? നിനക്ക് എന്താ പറ്റിയ കേട്ടാ? അച്ഛാ, ഇതിലും ഭേദമുള്ള സത്യം പറയണതാ, നാണക്കേട് ആലോചിക്കണ്ട. കല്ലുവേ, നിനക്കൊന്നും തോന്നരുത് കേട്ടാ. മീന് പിടിച്ചു എന്നുള്ളത് വാസ്തവാണ്. പക്ഷെ വേലായുധനൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പകരം ഞങ്ങളതിനെ തിരികെ ആറ്റിലോട്ട് ഒഴുക്കി വിട്ടു. എന്തുട്ട്? ആറ്റിൽ കൊഴുക്കി വിടേ? എന്താ പറ്റിയ രഘുവേട്ടാ? അല്ല, എനിക്ക് മീൻ പിടിച്ച് വലിയ ശീലമൊന്നുമില്ലേ. എന്നാലും എങ്ങനെയൊക്കെയോ ചൂണ്ടയിട്ട് ഒരു മീനെ കിട്ടി. അവൻ കരയിൽ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. മീൻ പിന്നെ പിടയ്ക്കില്ലേ? അത് പിടയ്ക്കണ കണ്ടപ്പോ പെട്ടെന്ന് എനിക്കൊരു വിഷമം. പിന്നെ ആ വിഷമം മഞ്ജൂട്ടിക്കായി, ഐഷുവിനായി. എന്തുട്ട്? ഇത്രയും മനക്കെട്ടിയില്ലാത്ത 3 പേരാണ് മീൻ പിടിക്കാൻ പോയിരിക്കണല്ലേ? അയ്യേ. അല്ല, അതെ, നീ ഇങ്ങനെ കളിയാക്കുന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു കേട്ടാ. അതാണ് ഞാൻ വേലായുധന് കൊടുത്തു എന്നൊക്കെ കള്ളം പറഞ്ഞത്. ശരി ശരി, വായോ, ഇന്ന് പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടാം. അല്ല എന്നാലും എന്റെ രഘുവേട്ടാ. നീ കൂടുതലൊന്നും പറയണ്ട. ഒന്നിന്റെ ജീവൻ നിന്റെ കൈ കൊണ്ട് പോയിരുന്നെങ്കിൽ നിനക്ക് വിഷമാവില്ലേ? അങ്ങനെ ഇപ്പൊ ചോദിച്ചാ ആവുമായിരിക്കും അല്ലേ? ആവുമായിരിക്കും എന്നല്ല, ആവും. എനിക്ക് നിന്നെ അറിയാം. നീ പറയാറില്ലേ വീട്ടിൽ വളർത്തുന്ന കോഴീനെ തിന്നണത് ഭയങ്കര വിഷമാണെന്ന്? എനിക്കും അതുപോലത്തെ വിഷമായി. ഓ അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല കേട്ടാ. നമ്മൾ പിടിക്കണ മീനെ നമ്മൾ കഴിക്കുമ്പോ എന്തോ ഒരു ഇത് കേട്ടാ. ചിലപ്പോ എനിക്കും തോന്നുമായിരിക്കും. അച്ഛനും കൊള്ളാം, അമ്മയും കൊള്ളാം, നമ്മളും കൊള്ളാം. സത്യം. ഞങ്ങളെ പുഴയിൽ മീൻ പിടിക്കണത് നിങ്ങൾ കണ്ടില്ലാലോ. അടുത്ത എപ്പിസോഡിൽ അത് കാണിക്കൂട്ടാ. ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? ഓവ്, ഈ ആഴ്ച അശ്വിൻ വീട്ടിൽ പോണുണ്ടോ? പോണം, മാമിക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്. അശ്വിൻ മറ്റവള് വന്നിട്ടുണ്ട്. ആര്? ആ ജൂലി എന്തുട്ടാ വന്നത്? ഇങ്ങടേക്കൊന്ന് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കാൻ പറ്റില്ലേ അശ്വിൻ? ഓക്കെ, പറയ്, എന്തിനാ വന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ജൂലി. താങ്ക്സ്. പക്ഷേ സ്നേഹ വിഷ് ചെയ്തില്ലാലോ. ഹാപ്പി ബർത്ത്ഡേ. എന്താണ് ഒരു ഇഷ്ടമില്ലാത്ത മട്ടില് വിഷ് ചെയ്യണേ? കയ്യിലിരിപ്പ് അങ്ങനല്ലേ, അതുകൊണ്ടാണ്. എന്തുട്ട്? ഞാനൊന്നും പറഞ്ഞില്ലേ. അപ്പോ 2 പേരും പാർട്ടിക്ക് വരണേട്ടാ. അശോ, ഇന്ന് ഞാൻ കാണില്ലാലോ. അതെനിക്കറിയാലോ, വിളിച്ചാലുടനെ വരില്ലാന്ന്. എന്നിട്ടാണ് വിടാതെ പിറകിന് നടക്കണത്. അതും അശ്വിൻ എന്നോടാണ് ഇഷ്ടം എന്ന് അറിഞ്ഞു വെച്ചിട്ട്. സാരില്ല അശ്വിൻ, വീക്കെൻഡിൽ വന്നാ മതിട്ടാ. അശ്വിനും കൂടി വരാനായിട്ട് ഞാൻ ആ ദിവസേ പാർട്ടി വെച്ചിട്ടുള്ളൂ. ഇവള് വിടണില്ലാലോ അശ്വിനെ. എന്താ ചെയ്യാ? ഈ വീക്കെൻഡിൽ ഞാൻ കാണില്ലാട്ടാ. എന്നാ പിന്നെ അശ്വിന് ഇഷ്ടമുള്ളൊരു ദിവസം പറയൂ, ആ ദിവസം ഞാൻ വെക്കാം. എല്ലാം അശ്വിന്റെ തീരുമാനം പോലെ. പണ്ടാർത്ത് ഒഴിവാക്കാനും പറ്റണില്ലാലോ. ശരി, എന്നാല് നാളെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. യു ബോത്ത് ഷുഡ് കം, ഓക്കേ? ആലേലും 2 പേരെ വരൂ, ഒരാളായിട്ട് വരില്ല. അത് എനിക്കറിയാടി, പക്ഷെ ഞാൻ നിന്നോട് കാണിക്കില്ല. അല്ല, ഞങ്ങള് കുറച്ച് തിരക്കിലാണ് കേട്ടാ. ഇറങ്ങട്ടെ. ഓക്കെ അശ്വിൻ, ബൈ. ഞാൻ കാത്തിരിക്കും ട്ടോ. നടന്ന് ചെരുപ്പ് തേഞ്ഞിട്ടും നിർത്താറായില്ലേ? ആവണിയോ, എന്നെ പേടിപ്പിച്ചൂലോ. അങ്ങനെ ജൂലി വിട്ട് കളിക്കോ? ഈ പാർട്ടിയില് അശ്വിന്റെ മനസ്സ് ഒരല്പെങ്കിലും ഇളക്കിയില്ലെങ്കിൽ എന്റെ പേര് ജൂലി എന്നല്ല. പക്ഷെ അശ്വിൻ നമ്മള് കണ്ട ചെക്കന്മാരെ പോലൊന്നും അല്ലാട്ടാ. സ്നേഹിയോട് ഭയങ്കര സ്നേഹമുള്ളവനാണ്. അങ്ങനത്തെ ഒരുത്തനെ നിനക്ക് വേണോ? വേണം. അങ്ങനത്തെ ഒരുത്തന്റെ സ്നേഹം തന്നെ എനിക്ക് വേണം.
ഈ നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ ഓടിച്ചിട്ട് ചേസ് ചെയ്ത് പിടിച്ചെടുക്കണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, ക്ലാസ് തുടങ്ങാറായി, വാ പോവാം. ശരി. ഈശ്വര, ഇവിടെ പ്ലാനിങ് ഒന്നും നടക്കാണ്ടിരുന്നാ മതിയായിരുന്നു. കഷ്ടാണ് 2 പേരെ പിരിക്കണത്. കുഞ്ഞിക്കാട്ടിന് ഇഷ്ടാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയേക്കൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.